ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റേഴ്സ് കൊമേഴ്സ് അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസിലെ വിപണനം എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അഡ്വർടൈസിങ്, പരസ്യം നൽകൽ. അത് നമുക്ക് കുറച്ചൊന്ന് നോക്കി വെച്ച് പോയാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പരസ്യത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നുണ്ട്. ഇത് സെയിൽ കൂട്ടാൻ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് എന്ത് ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയ്ഡ് ഫോമാണ്. നമ്മൾ എന്ത് കൊടുക്കണം? അഡ്വർടൈസിങ്ങിന് പൈസ കൊടുക്കണം. പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡ്വർടൈസ്മെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, നല്ലൊരു ചെലവ് വരുന്നൊരു മാർഗ്ഗമാണ് ഇത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരസ്യം, ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ വിവരം നിശ്ചിതമായ ഒരു സ്പോൺസർ പ്രതിഫലം വാങ്ങി വ്യക്തിപരമല്ലാത്ത രീതിയിൽ, വ്യക്തിപരം അല്ല, അത് ആർക്ക് വേണമെങ്കിലും ആയിട്ട് കാണാം, അല്ലാതെ ഇന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, വ്യക്തിപരമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് എന്ത്? പരസ്യം ചെയ്യൽ. അപ്പോൾ ഇതിൽ എന്തുണ്ട്? പ്രതിഫലം ഉണ്ട്, ഒരു സ്പോൺസർ ഉണ്ട്, വ്യക്തിപരമല്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് അഡ്വർടൈസിങ് കൊടുക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നുണ്ട്? കൂടുതൽ സ്ഥലങ്ങളിൽ എത്തും, മാസ് റീച്ചാണ്, പിന്നെ ഉപഭോക്താവിൻ്റെ സംതൃപ്തി, പിന്നെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പരസ്യങ്ങളെ കൂടുതൽ മികവുറ്റതാക്കാനായിട്ട് സാധിക്കും, ലാഭകരാണ് എന്ന് പറയുന്നു. ഗുണങ്ങളിൽ പറയുന്നത് പിന്നെ എന്താ, ഒരുപാട് പേരിലേക്ക് പിന്നെ ആർക്ക് കണ്ടാലും മനസ്സിലാവും, കാണാനുള്ളതല്ലേ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല കൗതുകത്തോടെ നമുക്ക് ആ കാര്യം മനസ്സിലാകും. പിന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അഡ്വർടൈസ്മെന്റ് സഹായിക്കും. പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റും. നമ്മളൊക്കെ അഡ്വർടൈസ്മെന്റ് കാണുന്നതല്ലേ, പലതരത്തിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റും. ന്യൂസ് പേപ്പർ അഡ്വർടൈസിങ്, ടെലിവിഷൻ, ഇപ്പോൾ ഇന്റർനെറ്റ് ഒക്കെ വന്നതോട് കൂടിയിട്ട് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമുക്ക് ഡിജിറ്റലി നമുക്ക് എന്ത് കൊടുക്കാം? അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കാം. അതുകൊണ്ട് ഒരുപാട് പേരിലേക്ക് അത് എത്താനായിട്ട് പറ്റും. പിന്നെ ചിലവേറിയ ഒരു മാർഗ്ഗമാണെന്നൊക്കെ അതിന്റെ കോട്ടങ്ങളിൽ എഴുതാൻ പറ്റും. കോട്ടങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമല്ല. എല്ലാ ഉപഭോക്താക്കളും പരസ്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തണമെന്നില്ല. നമ്മളൊക്കെ സ്കിപ്പ് ചെയ്ത് വിടും, നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ കാണുള്ളൂ, അല്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യാറുണ്ട്. പ്രതികരണം ഇല്ല, ഉപഭോക്താക്കളിൽ നിന്ന് കൃത്യമായ പ്രതികരണം ലഭിക്കണമെന്നില്ല എന്ന് പറയുന്നു. പിന്നെ വഴക്കമില്ലായ്മ, പരസ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കുന്നതിനാൽ ഉപഭോക്താക്കളുടെ പ്രത്യേകതകൾ അനുസരിച്ച് മാറ്റം വരുത്തുക എന്നത് എളുപ്പമല്ല. ആഡൊക്കെ ഓൾറെഡി മുൻകൂട്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ മാറുന്നതിനനുസരിച്ച് അതിലൊരു മാറ്റം വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറഞ്ഞ ഫലപ്രാപ്തിയൊക്കെ അതിൻ്റെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അഡ്വർടൈസ്മെന്റ് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയാണ് ജനങ്ങളിലേക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് എത്തിക്കാനൊക്കെ. മാധ്യമങ്ങളിൽ വളരെയധികം പരസ്യങ്ങൾ ഉള്ളതിനാൽ ഉപഭോക്താക്കൾ എല്ലാ പരസ്യങ്ങളും എന്ത് ചെയ്യുന്നില്ല? കാണണമെന്നില്ല എന്ന് പറയുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിൽപ്പന പ്രോത്സാഹനം. നിങ്ങളുടെ ഈ അക്ഷര കൈരളി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. വിക്രയ പ്രോത്സാഹന രീതി. വിക്രയം മീൻസ് സെയിൽസ്. സെയിൽസിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്? അതിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ എഴുതാം. പിന്നെ വിൽപ്പന പ്രോത്സാഹന തന്ത്രങ്ങൾ, സെയിൽസ് പ്രൊമോഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഹ്രസ്വകാല വിൽപ്പനയെ ഉത്തേജിപ്പിക്കുന്ന പരസ്യം ചെയ്യൽ, വ്യക്തിഗത വിൽപ്പന, പബ്ലിസിറ്റി എന്നിവ ഒഴികെയുള്ള എല്ലാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും സെയിൽസ് പ്രൊമോഷനിൽ പെടും. വിക്രയം, സെയിൽസ് മീൻസ് വിക്രയം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. സെയിൽസ് പ്രൊമോഷൻ, ഈ അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ പബ്ലിസിറ്റിയും, പിന്നെ വ്യക്തിഗത വിൽപ്പന, നേരിട്ടുള്ള വിൽപ്പന, അതൊഴികെ ബാക്കിയെല്ലാം ഏതിൽ വരും? സെയിൽസ് പ്രൊമോഷനിൽ വരും. റിബേറ്റ് കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക, റീഫണ്ടുകൾ, പ്രീമിയം, ഓഫറുകൾ, ലക്കി ഡ്രോ, മത്സരങ്ങൾ, സമ്മാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് വിൽപ്പന പ്രോത്സാഹന തന്ത്രങ്ങൾ എന്നത്? റിബേറ്റ്, വിശേഷ അവസരങ്ങളിൽ നമ്മുടെ ഖാദിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, 30% റിബേറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിശേഷ അവസരങ്ങളിൽ നൽകുന്ന പ്രത്യേക വിലക്കുറവാണ് എന്ത്? റിബേറ്റ്. അത് ഓണം സീസൺ ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂ ഇയറിനെ ആയിരിക്കാം, ക്രിസ്മസ് സീസണെ ആയിരിക്കാം. അങ്ങനെ വിശേഷ അവസരങ്ങളിൽ മാത്രമായിരിക്കും റിബേറ്റ് ഉണ്ടായിരിക്കാം. ഡിസ്കൗണ്ട്, ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നിശ്ചിത ശതമാനം കിഴിവ് നൽകുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഡിസ്കൗണ്ട് എന്ന് പറയുന്നു. റീഫണ്ട്, ഉൽപ്പന്നങ്ങളോടൊക്കെ ലഭിക്കുന്ന കൂപ്പണുകളോ പാക്കറ്റുകളോ തിരികെ നൽകി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത വാങ്ങലിന് അതിന്റെ വിലക്കുറവ് നേടുന്നതിന് എന്ത് പറയുന്നു? റീഫണ്ട് എന്ന് പറയുന്നു. ഉൽപ്പന്ന കോമ്പിനേഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ഉൽപ്പന്നത്തോടൊപ്പം എന്ത് ചെയ്യാം? മറ്റൊരു ഉൽപ്പന്നം സൗജന്യമായി നൽകുന്നത് എന്തിനെയാണ്? പ്രൊഡക്റ്റ് കോമ്പിനേഷൻ എന്നറിയപ്പെടുന്നു. അധികം അളവ് നൽകുക, എക്സ്ട്രാസ്, ഇപ്പൊ മഞ്ച്, അങ്ങനെ ചില ബിസ്ക്കറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, 50% എക്സ്ട്രാ, 20% എക്സ്ട്രാ,
അപ്പോൾ അധികം ഇളവ് നൽകുന്നത് വെച്ചാൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ അളവ് സൗജന്യമായിട്ട് എന്ത് ചെയ്യും നൽകാറുണ്ട്. തത്സമയ സമ്മാനങ്ങൾ ഉൽപ്പന്നം വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകൾ ഉരച്ചു നോക്കി സമ്മാനങ്ങൾ നേടുന്ന രീതിയാണിത്. നറുക്കെടുപ്പ് ലക്കി ഡ്രോ ഉപഭോക്താക്കൾക്ക് സമ്മാന കൂപ്പൺ നൽകി നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകുന്ന രീതിയും നിലവിലുണ്ട്. അപ്പോൾ നമ്മുടെ തുണിക്കടകളിലൊക്കെ ഒരുപാട് കാണാറുണ്ടത്. ഉപയോഗപ്രദമായ പ്രയോജനം ചില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ വിമാനയാത്ര കൊടുക്കും, ഹോളിഡേ പാക്കേജ്. ഇപ്പൊ KSF ചിട്ടികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ആ സർവീസും പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പലിശരഹിത വായ്പ, EMI പല ഉൽപ്പന്നങ്ങളും തവണ വ്യവസ്ഥയിൽ വാങ്ങുന്നതിനായി പലിശരഹിത വായ്പ ലഭിക്കാറുണ്ട്. നമുക്ക് EMI സൗകര്യങ്ങൾ ലഭിക്കാറുണ്ട്. പിന്നെ പറയുന്നതാണ് ഇത് സാമ്പിൾ കൊടുക്കാന്ന് വെച്ചാൽ പല ഉൽപ്പന്നങ്ങളുടെയും സൗജന്യ സാമ്പിളുകൾ ഉപഭോക്താക്കൾക്ക് നൽകി വിൽപ്പന പ്രോത്സാഹിപ്പിക്കും. മത്സരങ്ങൾ പല ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ച് വിജയികൾ സമ്മാനങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യും സമ്മാനങ്ങൾ നൽകാറുണ്ട്. അപ്പൊ പിന്നെ വിൽപ്പന ഇതിലെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. വിൽപ്പന പ്രോത്സാഹന തന്ത്രങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്, പരസ്യത്തിന്റെ നേട്ടങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. ഇതൊക്കെ എക്സാമ്പിളുകൾ വെച്ച് എഴുതുക. മാർക്കറ്റിംഗ് മിക്സിലെ പ്രധാന ഘടകങ്ങൾ 4 അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രൈസ്, പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഉൽപ്പന്നം, വില, അതിന്റെ സ്ഥലം, അത് വിൽപ്പന പ്രോത്സാഹന രീതി, പ്രൊമോഷൻ ട്ടോ. 4 ഇമ്പോർട്ടന്റ് ആണ്. വിപണനത്തിന്റെ ധർമ്മങ്ങൾ ഏതെങ്കിലും 5 പഠിക്കണം, അത് ചോദിക്കാറുണ്ട്. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയം എന്നാൽ എന്ത്? വില നിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ്, അതിന്റെ പ്രൈസ്, അത് പ്രൈസിങ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. ഇതിൽ കാണാം നമുക്ക് വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഉൽപ്പന്നത്തിന്റെ ചെലവ്, ആ ഒരു ഉൽപ്പന്നം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഉൽപ്പന്നത്തിന്റെ വില തീരുമാനിക്കുക കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇപ്പൊ എനിക്കൊരു പേന ഉണ്ടാക്കാൻ 10 രൂപ ആയിട്ടുണ്ട്. അപ്പൊ 10 രൂപ അതിന്റെ കോസ്റ്റ് ചെലവാണ്, പ്ലസ് ഞാൻ 5 രൂപ പ്രോഫിറ്റും കൂടി 15 രൂപ. അപ്പൊ ഉൽപ്പന്നത്തിന്റെ ചെലവ് വിലയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പിന്നെ ഉൽപ്പന്നത്തിന്റെ ഉപയുക്തതയും ഡിമാൻഡും, യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്, ആ ഉൽപ്പന്നത്തിന് എത്രത്തോളം ഉപയോഗമുണ്ട്, ഡിമാൻഡ് ഉണ്ട്. വിപണിയിലെ മത്സരത്തിന്റെ തോത്, ഇപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട്, കോമ്പറ്റീറ്റർ എത്ര വിലയാണ് ഇതാക്കുന്നത്, സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്ന എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അവരെന്ത് വിലയാണ് ചാർജ് ചെയ്യുന്നത്, അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം പ്രൊഡക്റ്റിനെ എന്റെ കോമ്പറ്റീറ്റർ വിൽക്കുന്നത് 100 രൂപയ്ക്ക്, ആ ചുറ്റുള്ള പരിസരത്ത് എല്ലാ പ്രൊഡക്റ്റുകൾക്കും 100 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഞാൻ മാത്രം 200 രൂപയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട്, സർക്കാരിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും, സർക്കാർ ഒരു താങ്ങുവിലയും അതുപോലെ തന്നെ ഒരു പ്രൈസ് ഒക്കെ ഏറ്റവും ഉയർന്ന വില താങ്ങുവിലക്ക് സർക്കാർ ഇതുണ്ടാവും. ഒരു പ്രൊഡക്റ്റിന്റെ വില ഒരുപാട് താഴ്ന്നു പോകാതിരിക്കാനും ഉയർന്നു പോകാതിരിക്കാനും സർക്കാരിന്റെ നിയന്ത്രണങ്ങളും വരും. ഇനി വില നിർണയ ലക്ഷ്യങ്ങൾ, പ്രൈസിങ് ഒബ്ജക്റ്റീവ്, നമ്മുടെ എന്താണ് ലക്ഷ്യം, പിന്നെ വിപണന രീതി, നമ്മൾ എന്ത് മാർക്കറ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഡ്വർടൈസിങ് ഒക്കെ ആണെങ്കിൽ ചെലവ് കൂടിയ രീതിയാണ്. ആ ചെലവുകളൊക്കെ ഏതിന്റെ കൂടെയും കൂടും, നമ്മുടെ പ്രൊഡക്റ്റിന്റെ കൂടെയും കൂടും. അപ്പൊ ഇതൊക്കെയാണ് ഇത് വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പഠിച്ചു വെക്കുക. ജസ്റ്റ് എക്സാമ്പിളുകളൊക്കെ വെച്ച് നന്നായി എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.